നമ്മൾ മംഗലാപുരത്താണ് ഹോണ്ട ഷോറൂമിന് മുമ്പിൽ. നമ്മുടെ പഴയ വണ്ടി മാറ്റി വാങ്ങും അല്ലേ? വണ്ടി എക്സ്ചേഞ്ചിന് കൊടുത്ത് നമ്മുടെ പഴയ കൂടെ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ടാവും. ഹുണ്ടായി ഗ്രാൻഡ് ഐറ്റനായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഹുണ്ടായി ഫാമിലിയിൽ നിന്ന് നേരെ ഹോണ്ട ഫാമിലിയിലേക്ക് വരുന്നു. നമ്മുടെ വണ്ടി മാറ്റി ഹോണ്ട സിറ്റി ആക്കി. നമ്മളങ്ങനെ ഹോണ്ട എടുക്കാം അല്ല വണ്ടി മാറ്റാനായിട്ടുള്ള തീരുമാനം പലപ്പോഴായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതെടുക്കും അതെടുക്കണം അതോ നമ്മൾ ഹുണ്ടായിൽ തന്നെ വേർഷൻസ് ഉണ്ടല്ലോ, വേറെ അപ്ഗ്രേഡ് ചെയ്യാം ഹുണ്ടായിൽ തന്നെ, അങ്ങനെയൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് ഒരൊറ്റ വാക്കിൽ നമ്മൾ സിറ്റിയിലേക്ക് മാറി. അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് ഒരു ദിവസം രാത്രി 10:30 സംസാരം തുടങ്ങിയ ഒരു 11:30 ആയപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ വണ്ടി മാറ്റുന്നതിൽ ഫിക്സ് ആയത്, ഏത് വണ്ടിയിലേക്ക് മാറണം എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്ന് വെച്ചാൽ മോളുടെ എക്സാം നടക്കുന്നതുകൊണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വണ്ടി ഡെലിവേർഡ് ആവാൻ വേണ്ടിയിട്ട്. ഒരുമാതിരി എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എക്സാം ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് എടുക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പം ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അത്രയും ഡോക്യുമെന്റ്സ് ചെയ്തപ്പോൾ മോളും ഒരു ഡോക്യുമെന്റ് ഫീഡ്ബാക്ക് എഴുതുന്ന അവളാണ് അല്ലേ? ഫീഡ്ബാക്ക് ചെയ്താൽ കൊണ്ടുവന്നത്. താങ്ക് യു ആർത്താന്ന് കൂടി എഴുതിക്കും ഇവിടെ. ഇപ്പോൾ ഡോക്യുമെൻ്റ് വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് 2 മണിക്കാണ് ഡെലിവറി വന്നേക്കാം. 2 മണിക്ക് അതിന് മുമ്പ് നമ്മളൊരു 1:30 ആയപ്പോൾ വന്നിട്ട് ഡോക്യുമെൻറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി തീർത്തു. സൈൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ 2 മണി മുതൽ 2 to 2:30 അല്ലേ ഈ ബിറ്റ്വീനാണ് നമ്മൾ കാർഡ് ചെയ്യുന്നത്. ആ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് അല്ലേ? കറിയാണോ? കാണാമല്ലോ. ഇല്ല കാണാൻ പറ്റില്ല. നമ്മൾ കണ്ടു കേട്ടോ, ഓൾറെഡി നമ്മൾ കണ്ടേ. ഇനിയിപ്പോൾ അവരെന്തായാലും അത് എന്തായാലും ഇനി അത് പൊക്കുമ്പോൾ നമുക്ക് കാണാം അല്ലേ? കുഞ്ഞും ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്തു കേട്ടോ. അവളാണ് റിവ്യൂ എഴുതിയത്, ഷോറൂമിൻ്റെ റിവ്യൂ എഴുതി. അത് ഇഷ്ടപ്പെട്ടു അല്ലേ? അത് ഷോറൂമാണോ? എല്ലാം പറഞ്ഞ ക്ലിയർലി പറഞ്ഞു, സർവീസൊക്കെ നല്ല രസമുണ്ടല്ലേ? ക്ലിയർലി പറഞ്ഞു തന്നെ എല്ലാ കാര്യങ്ങളും അല്ലേ? ഇതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പ്രശ്നം അല്ലേ? എന്നോട് ഞാനിപ്പോൾ 2-3 ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോഴേട്ടോ എല്ലാവരും വീണ്ടും കാറോ എന്നൊക്കെ ചോദിച്ചു. കാറ് SUV എടുക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ ആവശ്യപ്രകാരം എനിക്കിഷ്ടം കാറായിരുന്നു. പിന്നെ എന്തായിരുന്നു ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇഷ്ടം ആയതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തു, കാറായിട്ട് എടുത്തു അല്ലേ? കുഞ്ഞിനും ഇഷ്ടപ്പെട്ടില്ല ഹോണ്ട സിറ്റി. കുഞ്ഞിനെ വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു, എന്നാലും നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഹാപ്പി വിത്ത് ഹോണ്ട സിറ്റി. പണ്ടത്തെ
ഹുണ്ടായിനേക്കാളും നല്ലതാണോ? പക്ഷേ അങ്ങനെ പറയരുത്. നമ്മളെ ഉണ്ടായി കൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. സൗത്തിന്റെ ഫുള്ള് അതിപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും നമ്മൾ സൗത്ത് ഇന്ത്യയുടെ എവിടേക്കാണ് തമിഴ്നാട് വെച്ച് അല്ല ആന്ധ്ര വെച്ച് ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് അല്ലേ? വേറെ പറഞ്ഞു ഫൗണ്ടറാന്ന് തോന്നുന്നില്ല അരു രാമോഹൻ. ആ നല്ല രസമുണ്ട്. കല്ലിൽ തന്നെ കഴിക്കുന്നല്ലേ? ആ ഷോറൂം വണ്ടി നല്ല സർവീസ് ബാക്ക് സെൻറ്ററിലാണ്. നല്ല രസമുണ്ട്. അവർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരും. നമുക്ക് വേണ്ട സ്പേസ് തന്നിട്ട് അവരിങ്ങനെ, അല്ലാതെ അവർ മാത്രം പറഞ്ഞത് വേഗം തീർക്കട്ടെ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വേണ്ട രീതിയിൽ നമ്മളോടും ചോദിച്ച് നമുക്ക് പറയാനുള്ളതും കേട്ട് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമയവും നമ്മൾ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ സമയത്തിൻ്റെ ഉള്ളിൽ ഡെലിവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇതാണ് 24 BH. നമുക്ക് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് BH ആയതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല നമ്പർ. സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഫാൻസി നമ്പർ പോലെ, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഒരു ഫാൻസി നമ്പർ ആയിരുന്നു. പക്ഷെ അത് ഈ BH രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫാൻസി നമ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് അവർ അലൗ ചെയ്യുന്ന ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടോ കുഞ്ഞു? അടിപൊളി. എങ്ങനെയുണ്ട് കയറി ഇരുന്നിട്ട്? കുഞ്ഞു അകത്തൊക്കെ കയറിയിരുന്നു. നല്ലതായിരുന്നു. അതെ, നല്ല സ്മെല്ലാണ്. അപ്പം ഇനി കുറച്ചും കൂടി കുറച്ച് ഇതൊക്കെ ഉണ്ട്. അവർ വണ്ടി കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരണമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോസസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാം. വണ്ടി ഞാൻ മൊത്തത്തിലൊന്ന് കറങ്ങി കാണിച്ചു തരാം. അപ്പം കയറിക്കോ കുഞ്ഞ.
പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങുവാണ് കേട്ടോ. വണ്ടി എടുക്കുകയാണ്. നമ്മൾ നേരെ ടൗൺഷിപ്പിലേക്കല്ല പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്കാണ്. വണ്ടി എടുത്തിട്ട് ആദ്യം നമുക്ക് ഒരു അമ്പലത്തിൽ പോയി വണ്ടി ഒന്ന് പൂജിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ മാംഗ്ലൂർ തന്നെയുള്ള ഒരു അമ്പലമാണ്. ബാംഗ്ലൂർ റൂട്ടിലുള്ള ഒരു അമ്പലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഹലോ ഹലോ, നമ്മളിന്നിപ്പോൾ എവിടെയാണുള്ളത്? കെ സുബ്രഹ്മണ്യ ടെമ്പിളിൽ ദർശനത്തിന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളിലേക്കാണ്. മാംഗ്ലൂർ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് മാംഗ്ലൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്റേഴ്സ് ബാംഗ്ലൂർ റൂട്ടിൽ നമ്മൾ വരണം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം രാത്രിയോട് കൂടിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോയാലോ? കുക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നടക്കാനേ ഉള്ളൂ അല്ലേ? 400 മീറ്റർ. ഇതിങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ്. സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലം. ഇനി അകത്തേക്ക് ചെല്ലുമ്പോൾ തിരക്കുണ്ടോയെന്നൊക്കെ അറിയാം. എന്തായാലും നമ്മൾ ആക്ച്വലി കുറേ നാളായിട്ട് ഇവിടെ വരണം തൊഴാനായിട്ടൊന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം എന്തായാലും കാർ എടുത്തിട്ട് ആദ്യത്തെ നമ്മുടെ യാത്ര അമ്പലത്തിലേക്കായത്. അതായിരുന്നു അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. അകത്ത് ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. എന്തായാലും ഇതൊക്കെ അധികം ഹോട്ടലുകളും പിന്നെ അതേപോലെ തന്നെ ചെറിയ അമ്പലത്തിൻ്റെ തന്നെ സത്രങ്ങൾ പോലത്തെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത് കിട്ടിയില്ല. വളരെ ചെറിയ റേറ്റിലൊക്കെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ് ഇവിടെ. പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അകത്തേക്ക് കയറാം. ഇറങ്ങിയില്ലേ? അകത്ത് ക്യാമറ അലൗഡല്ല. അത് വേറെ നമുക്ക് ഒട്ടും ക്യാമറ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൽ പുറത്തുള്ളൊരു വിഷ്വൽസ് ആണ് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ അകത്ത്. ഭയങ്കര കാമ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂജ അങ്ങനെ പ്രാർത്ഥനകൾ നടക്കണ്ടേ. അപ്പം അതുകൊണ്ട് അതും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഫീല്. പിന്നെ ഇതൊരു കേരള ടൈപ്പ് അമ്പലമല്ലേ? അകത്തെ ഇതില് ഇങ്ങനെ കൺസ്ട്രക്ഷനൊക്കെ ഒരു കേരള സ്റ്റൈലാണ്. അതിൻ്റെ കൊത്തുപണികളും ഒക്കെ കാണാനായിട്ടൊരു കേരള സ്റ്റൈലാണ്. അകത്തെ നമ്മുടെ ശ്രീകോവിലുണ്ടല്ലോ, ശ്രീകോവിൽ പിന്നെ അല്ലേ. പക്ഷെ നമ്മൾ വന്ന ടൈം നല്ലായിരുന്നു. അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ ക്യൂ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് കയറി തൊഴുതിറങ്ങി വരാൻ പറ്റി. ഇപ്പോൾ ക്യൂ ആയിട്ടുണ്ട്. ഇത് പരശുരാമൻ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം എന്നാണ് വിശ്വസിക്കുന്നത്. 7 എണ്ണത്തിൽ പറഞ്ഞു. പരശുരാമൻ ഉണ്ടാക്കിയ 7 ക്ഷേത്രങ്ങളിൽ ഓർമ്മ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി ഇത് കേരളത്തിൻ്റെ ബോർഡറാണ്. ബോർഡറാ ഏകദേശം. കർണാടക ആണെങ്കിൽ പോലും കേരളത്തിൻ്റെ ബോർഡറാണ് നമുക്ക്. എന്താ പറയുക, ഇതിൻ്റെ ഇത് ടെമ്പിള് കുക്കെ സുബ്രഹ്മണ്യം. ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ് കുമാരപർവ്വത ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട് ആളുകൾ ഇവിടുന്നാണ് പോകാനായിട്ട്. നല്ലൊരു പീക്ക് പോയിൻ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റില്ല. രാവിലെ വരുമ്പോൾ കാണാമായിരുന്നു. ഹിൽ സ്റ്റേഷൻ പോലെ കാണാൻ പറ്റുമായിരുന്നു. സൂര്യനായതുകൊണ്ട് സൺലൈറ്റ് വന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. സുബ്രഹ്മണ്യ സ്വാമിയാണ് കേട്ടോ അമ്പലത്തിൽ പ്രധാന പ്രതിഷ്ഠ. അമ്പലത്തിൻ്റെ ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുകിയുടെ ഫാമിലിയൊക്കെ ഈ കുമാരപർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു റിവറുണ്ട് അല്ലേ? കുമാരധാര. അപ്പോൾ ആ റിവറിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാസുകിനെയും ഫാമിലിനെയും ഈ എന്താ പറയുക ഗരുഡൻ്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നിട്ട് ഈ നമ്മുടെ വാസുകി ശിവനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ശിവൻ്റെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യനെ എന്താ പറയുക ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരാൻ പറയുകയും അങ്ങനെ ഇവിടെ സുബ്രഹ്മണ്യൻ പ്രതിഷ്ഠയിൽ വന്നിരുന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെന്താ പറയുക, ഈ കുട്ടികളില്ലാത്തവർ, കല്യാണം നടക്കാത്തവർ, അതേപോലെ തന്നെ എന്താ പറയുക മാറാനൊക്കെ മെയിനായിട്ട് വന്ന് തൊഴണ ടെമ്പിളാട്ടോ ഇത്. അകത്ത് കയറി തൊഴണം എന്നൊരു
ഇത് വിശ്വാസം കൂടി ഉണ്ട് ഇവിടെ. ടെമ്പിളിൻ്റെ പുറത്ത് നിന്ന് തൊഴുതാൽ ഫലം കിട്ടില്ലെന്ന് അകത്ത് തന്നെ കയറി തൊഴണമെന്നും പറയുന്നത്. പിന്നെ നമ്മൾ ദർശനം കഴിഞ്ഞ് രാവിലെ വന്നാൽ വലിയ ക്യൂ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ നല്ല ആളായി ഒത്തിരി ക്യൂ. അപ്പോൾ അതിൻ്റെ രാവിലെ വരണം. നമ്മൾ ദർശനം കഴിഞ്ഞില്ലേ? അതെ. നമുക്ക് പതുക്കെ നീങ്ങിയാലോ? എന്തായാലും നല്ല ഒരു ഹാപ്പി മൊമെൻ്റ് അല്ലേ? നമ്മുടെ കുഞ്ഞു കാറുമായിട്ട് നമ്മൾ എവിടെയാണ് വന്നത്? കുഞ്ഞു ടെമ്പിൾ ഹാപ്പി അമ്പലത്തിൽ വന്ന് തൊഴുതേൽ അല്ലേ കാമായിട്ട് തൊഴാൻ പറ്റും. നമുക്ക് പതുക്കെ നീങ്ങിയാലോ? ഓക്കെ, നീങ്ങേക്കാം. ചായ കുടിക്കണം അല്ലേ? ചായ കുടിച്ചിട്ട് തിരിച്ച് അതെ, റിട്ടേൺ ടൗൺഷിപ്പിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. പോവാം. ഓക്കെ, ബൈ.